സമയത്തുണ്ടാവുന്ന രണ്ട് ആൾക്കാർ തന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരുമാണ്. ഈ തന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും തുടർച്ചയായിട്ടുണ്ടാവുന്ന ആൾക്കാരാണ്, മാറുന്നില്ല. അപ്പോൾ അവരുടെ അറിയാതെ ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ തന്ത്രി കുടുംബത്തിലെ ചോദ്യം ചെയ്യേണ്ടി വരും. അതെന്തായാലും ഈ മകരവിളക്ക് സീസൺ കഴിഞ്ഞതിന് ശേഷം, മകരവിളക്ക് സീസൺ കഴിയുന്നത് വരെ തന്ത്രി കുടുംബത്തിനെ ചോദ്യം ചെയ്യുന്നത് ഒഴിവാക്കാനാണ് സാധ്യത. കാര്യം അത് ഭക്തരിൽ വിപരീതമായിട്ടുള്ള പക്ഷെ കള്ളം ചെയ്ത ആണെങ്കിൽ ശരി തന്നെയാണ്, കള്ളം നമുക്ക് പിടിക്കാന്നുള്ളൂ. പക്ഷേ ഈ ശബരിമല സീസണെയും ആ സമയത്തുള്ള ഭക്തരുടെയും മൃഗാരങ്ങളെ വ്രണപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് കുറച്ചുകൂടെ സമയം കൊടുക്കും. കാര്യം ദേവസ്വം ബോർഡിന്റെ ഈ സമയത്ത് ശബരിമലയുടെ മേൽശാന്തി 17-ാം തീയതി പടി ഇറങ്ങിയതേ ഉള്ളൂ. അദ്ദേഹത്തെ 2 ദിവസത്തിനകത്ത് ചോദ്യം ചെയ്യേണ്ടി വരും. കാര്യം അദ്ദേഹമാണ് ഈ കേസിൽ ഒന്നുകിൽ സാക്ഷിയായിട്ട്, അല്ലെങ്കിൽ പ്രതിയായിട്ട്, അല്ലെങ്കിൽ മാപ്പ് സാക്ഷിയായിട്ട്, ഈ 3 ഏതെങ്കിലും ഒരു റോളിൽ ശബരിമലയുടെ മുൻ മേൽശാന്തി വന്നേ പറ്റൂ. ഇപ്പോൾ ശബരിമല മേൽശാന്തി ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, ദേവസ്വം ബോർഡ് സെക്രട്ടറി ഉണ്ട്, 3 ദേവസ്വം മന്ത്രിമാരുണ്ട്. അതിനുശേഷമായിരിക്കും തന്ത്രി കുടുംബത്തെ ചോദ്യം ചെയ്യുക. കാര്യം ഇതിൽ ശബരിമലയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കുടുംബപരമായിട്ട് അവർക്ക് പാരമ്പര്യമായിട്ട് നൽകി വരുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനം തുടരണോ എന്നുള്ള കാര്യം പോലും ഗവൺമെൻറ് ആലോചിക്കേണ്ടി വരും. കാര്യം ഒരു കുടുംബത്തിന് കുത്തകാവകാശം നടത്തിയിട്ട് ആ കുടുംബത്തിൽ നിന്ന് നേരത്തെ 1-2 വിഷയങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടായപ്പോഴത്തേക്ക് എല്ലാം ഭക്തർ വിശ്വാസത്തിൻ്റെ പുറത്ത് കണ്ണടച്ചു. പക്ഷേ ഈ കൊള്ളയ്ക്കും കൂടെ ശബരിമല തന്ത്രിയും തന്ത്രിയുടെ കുടുംബവും കൂട്ടുനിന്നു എന്ന് കാണുകയാണെങ്കിൽ, അയ്യപ്പൻ്റെ മുമ്പിൽ അവർ കുറ്റക്കാരാണെങ്കിൽ ഭക്തർക്ക് അവരടുത്ത് യാതൊരു ദാക്ഷിണ്യവും കാണത്തില്ല. അവരെ ശബരിമലയുടെ ചിലപ്പോൾ തന്ത്രത്തിൽ നിന്ന് തന്നെ അവർ ഒഴിവാക്കേണ്ടി വരുന്ന ഒരു അവസരം ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് സ്വന്തം കീശ നിറയ്ക്കാനാണോ അതോ ശബരിമല തകർക്കാനാണോ ഗൂഢാലോചനയും ഈ